നമ്മളങ്ങനെ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറിട്ടോ. അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്, നല്ല ക്രൗഡഡ് ആണ്. രാഹുലേട്ടുണ്ട്, ടീംസ് എല്ലാവരും ഉണ്ട്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് എൻട്രി കേട്ടോ, LTTന്റെ ഫ്രണ്ട് എൻട്രി കേട്ടോ. റൈറ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറിട്ടോ. ഇവിടെ ഏതോ ട്രെയിന് വെയിറ്റിംഗ് ആണ്, അത്യാവശ്യം സെറ്റപ്പാണ്. പക്ഷെ നമ്മളെ ട്രെയിന് 8:30-ക്കാണ് വരുന്നത്. 8:30-8:45 നമ്മളെ ട്രെയിൻ ഉള്ളത്. ഇവിടെ കയറി ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റിൽ ആവണം. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളെ ട്രെയിൻ വന്നിട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മളെ ഗോവ ട്രിപ്പിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മുംബൈയിൽ നിന്ന് ഗോവയ്ക്കുള്ള ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ ഗോവ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്നത്. ഗോവയിലേക്കുള്ള ട്രാവൽ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്നത്. അപ്പൊ നമ്മളെ ട്രെയിന് പറ്റിയിട്ടുണ്ട്. ട്രെയിൻ ഇതാ, നമ്മളെ ഈ ട്രെയിൻ നമുക്ക് ശരിക്കും പറയാന്ന് വെച്ചാൽ നമ്മളെ എറണാകുളം ട്രെയിനാണ് ശരിക്കും. പക്ഷെ ഗോവയ്ക്കാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഗോവയിൽ ഇറങ്ങും. ഗോവയിൽ നിന്നാണ് നമ്മളെ എന്റർടൈൻമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പൂർണ്ണമായിട്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ സീറ്റ് എവിടെയാന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. നമ്മളെ സീറ്റ് C6-ലാട്ടോ. നന്നായിട്ട് നമ്മള് സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മള് സ്ലീപ്പർ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്ലീപ്പറാണ്, നമ്മള് സ്ലീപ്പറാ ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മളെ സീറ്റൊക്കെ സെറ്റായിട്ടോ. ഞാൻ 22-ആണ് സീറ്റ് നമ്പർ. അങ്ങനെ സീറ്റൊക്കെ സെറ്റായി. സ്ലീപ്പർ ആയിരുന്നു. മുകളിലാകുമ്പം വലിയ അലമ്പൊന്നും ഉണ്ടാവില്ല. താഴത്ത് എന്തായാലും ഉണ്ടായാലും മുകളിൽ പ്രശ്നമായി. സുഖമായിട്ട് ഉറങ്ങാം, വേണേ ഇരിക്കാം. അപ്പൊ നമ്മള് സീറ്റൊക്കെ റെഡിയാക്കി ഇനി നമുക്ക് ട്രാവൽ ചെയ്യുന്നെന്ന് നമുക്ക് കാണാം. നമ്മളിപ്പോ പനവേൽ സ്റ്റേഷനിലെത്തിട്ടോ. നമ്മൾ പനവേൽ സ്റ്റേഷനിൽ എത്തിയിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നല്ല ഫുഡ് കിട്ടില്ല. ഇവിടുന്ന് നമുക്ക് നല്ല കേരള ഫുഡ് കിട്ടും. അപ്പോൾ നമ്മൾ അതൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് കൈ കഴുകാൻ വന്നതാണ്. ബാക്കി നമുക്ക് ഫുഡ് കഴിക്കാം. ഫുഡ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഫുഡ്. ബിരിയാണി കണ്ടിട്ട് കുഴപ്പമില്ല. ഒരു ബിരിയാണിക്ക് 170 രൂപ. അപ്പോൾ അത് ഓർഡർ ചെയ്തു. ബാക്കി നമുക്ക് കഴിച്ചിട്ട് സംസാരിക്കാം. ഫുഡ് കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം. ഫുഡ് കഴിച്ചിട്ടോ, കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇതാണോ, ഒരു കോഴിമുട്ട ഉണ്ട്, ചിക്കൻ പൊരിച്ചതാട്ടോ, ഒരു സാലഡും ഉണ്ട്, തൈരും ഉണ്ട്, മിക്സാണ് വരുന്നത്. കുഴപ്പമില്ല.
നമ്മളിങ്ങനെ ഗോവ സ്റ്റേഷനിലെത്തി കേട്ടോ. ഓക്കെ ബൈ. നമ്മള് ഗോവ മക്കോയിലെത്തിട്ടോ. എല്ലാരും ഇറങ്ങി. വിവേക് മാത്രം നേരെ നാട്ടിലേക്ക് പോവാണ്. നമ്മളെല്ലാരും ഉണ്ട്. നമ്മളൊരു 10-11 പേരുണ്ട്. 2 മണിക്കൂർ ട്രെയിൻ ലേറ്റ് ആണ്. ശരിക്കും നമ്മൾ 5:30 എത്തേണ്ട ട്രെയിനാട്ടോ. 7:30 എത്തിയത്. നമ്മള് മഡ്ഗോവയിലാക്കായിരുന്നു. ഇതിന്റെ നേരെ മുന്നിൽ തന്നെ ഒരു ടീ കോഫിന്റെ ഒരു കഥ ഉണ്ട് കേട്ടോ. നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിൽ തന്നെയാണ്. ഇതാണ് നമ്മളെ എക്സിക്യൂട്ടീവ് ലോഞ്ച് കേട്ടോ വരുന്നത്. ഒരു നമ്മളെ കോഴിക്കോടൊന്നും ഇല്ലാത്തൊരു സെറ്റപ്പാണിത്. ഞാൻ കണ്ടിട്ടില്ല, ഉണ്ട്. പക്ഷെ അത്രയും സെറ്റപ്പിലില്ല എക്സിക്യൂട്ടീവ് ലോഞ്ച്. അവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റ് വന്നാൽ നമുക്ക് വുമൻസിന് മാത്രമായിട്ടുള്ള ഒരു ബ്ലൂ ഉണ്ടോ, ബ്ലൂ ഗ്രില്ലിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വുമൻസിന് മാത്രമായിട്ടുള്ളൊരു സ്പേസ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തൊരു ട്രെയിനിൻ്റെ ഒരു ബോഗി വെച്ചിട്ട് ഒരു ഫ്രണ്ടേജ് വെച്ചിട്ട് അതിൻ്റെ ഗോവാന്നൊക്കെ വെച്ച് നല്ല ആംബിയൻസ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ. നമ്മളെ റൂമിലേക്കുള്ള റിസോർട്ടിലേക്കുള്ള ടാക്സി വെയിറ്റിംഗ് ആണ്. എല്ലാവരും വരുന്നേ ഉള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്തുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ടേജിൽ നല്ല ആംബിയൻസ് കിട്ടും. പുറത്തൊക്കെ നല്ല ആംബിയൻസിലാണ് കൈകാര്യം ചെയ്യുന്നത്. നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ടാക്സികൾ കുറേ കാണാം കേട്ടോ. പിന്നെ അവിടെ നിന്ന് ലെഫ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ക്രീനൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, എല്ലാ അഡ്വർടൈസ്മെന്റൊക്കെ. പിന്നെ ഗോവേൻ്റെ ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം.